ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മളുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു ടാരോ കാർഡ് റീഡിംഗ് ആട്ടോ. നിങ്ങളുടെ കറന്റ് എനർജി നമുക്ക് അറിയാൻ പറ്റും ഈ ഒരു റീഡിങ്ങിലൂടെ. കറന്റ് എനർജി എന്താണെന്ന് അറിയാൻ, തൊട്ട് മുന്നേ നിങ്ങളുടെ എനർജി എന്താണെന്ന് അറിയാൻ, ആൻഡ് ഇന്നത്തെ ഫ്യൂച്ചർ എനർജി എന്താണെന്ന് അറിയാം. സോ നമ്മുടെ കറന്റ് എനർജി, ക്വീൻ ഓഫ് കപ്പ്. നിങ്ങളെ ഇമോഷനിൽ യു ആർ ദ ക്വീൻ. യു ആർ പ്രസന്റ്ലി നിങ്ങൾ റിലേഷൻഷിപ്പ് ആയാലും നിങ്ങൾ ഇമോഷണൽ ആയാലും യു ആർ വെൽ ബാലൻസ്ഡ്. വലിയ പ്രശ്നവും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇല്ല, സ്ട്രഗ്ലിങ് തേറ്റും കഴിഞ്ഞു വന്നു കേട്ടോ. നിങ്ങൾ ഡിപ്രഷനും അതും ഇതും ഇമോഷണൽ സ്ട്രെസ്സും എല്ലാം കഴിഞ്ഞു വന്നു. നൗ നിങ്ങളുടെ റിലേഷനിൽ യു ആർ ദ ക്വീൻ. വലിയ നമുക്ക് അത്ര വേഗം നമ്മളൊന്നും ആർക്കും അങ്ങനെ ഹേർട്ട് ചെയ്യാനൊന്നും പറ്റത്തില്ല. ബിക്കോസ് നമ്മളെല്ലാം പഠിച്ചെല്ലാം എല്ലാ ഇമോഷണൽ സ്റ്റേജും കടന്ന് വന്നിട്ട് നമ്മളിപ്പം ഒരു രാജ്ഞിയാണ്. നമ്മൾ ഇമോഷൻ ലെവലിൽ, നമ്മൾ റിലേഷൻഷിപ്പ് ലെവലിലായാലും നമ്മൾ ഇമോഷൻ ലെവലിലായാലും വി ആർ ദ ക്വീൻ. ഓക്കെ, നമ്മൾ തൊട്ട് മുന്നേ എന്തായിരുന്നു നോക്കിയാല് കിങ് ഓഫ് സോഡ്. കിങ് ഓഫ് സോഡ് എന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാം മനസ്സിലാക്കി, ജീവിതത്തിന്റെ എല്ലാ രീതികളും ഘട്ടങ്ങളും എല്ലാം മനസ്സിലാക്കി, നിങ്ങളെ ബുദ്ധിപരമായി നിങ്ങൾ ഒത്തിരി മുന്നോട്ടേക്ക് എത്തി. ഇനി നിങ്ങളെ ആർക്കും പരാജയപ്പെടുത്താൻ പറ്റാത്ത രീതിയിൽ നിങ്ങൾ രാജാവായി എന്ന് പറയാം. ലൈക്ക് ഇമോഷണൽ വൈസോ ബുദ്ധിപരമായോ നിങ്ങൾ ഒത്തിരി അറിവ് നേടി. ആ അറിവ് മറ്റുള്ള ആൾക്കാർക്ക് പകർന്നു കൊടുക്കാൻ തക്കവിധം നിങ്ങൾ പ്രാപ്തയായി എന്നുള്ള ഒരു കാർഡാണ് കിങ് ഓഫ് സോഡ് വന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ കിങ് ഓഫ് സോഡായി. നിങ്ങൾ ഒത്തിരി കഴിവുള്ളതും ബുദ്ധിപരമായി നിങ്ങൾക്ക് ഒത്തിരി നേട്ടവും ലഭിച്ചു. അത് നിങ്ങൾക്ക് മറ്റുള്ള ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാൻ മാത്രം നിങ്ങൾക്ക് കഴിവും വന്നു. അതാണ് നിങ്ങൾ തൊട്ട് മുന്നേത്തെ സ്റ്റേജിൽ ഉണ്ടായത്. ആ സ്റ്റേജിൽ നിങ്ങൾ ഇപ്പൊ ആരായി? ക്വീനായി. ക്വീൻ എന്ന് വെച്ചാൽ ഇമോഷൻ. ഇനിയിപ്പം നമുക്ക് പല അറിവുകളും ജീവിതത്തിൽ നേടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അങ്ങനെ അർത്ഥപ്പെട്ടനെ ആർക്കും തോൽപ്പിക്കാൻ പറ്റത്തില്ല. അതാന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇമോഷണൽ വൈസും നിങ്ങൾ രാജ്ഞിയായി മാറി. അതായത് നിങ്ങൾ ഇമോഷണൽ വൈസും നിങ്ങൾ ആർക്കും തോൽപ്പിക്കാൻ പറ്റൂല. ബിക്കോസ് നിങ്ങൾ കിങ് ഓഫ് സോഡ് ആയി കഴിഞ്ഞു. കിങ് ഓഫ് സോഡ് ആയി കഴിഞ്ഞാൽ തന്നെ മറ്റുള്ള ആൾക്കാർക്ക് പ്രശ്നം പരിഹരിക്കാനും നിങ്ങൾക്ക് പറ്റും. നിങ്ങളും വലിയ നിലയിലാണ് ഇരിക്കുന്നത്. അതാണ് സെക്കൻഡ് കാർഡ്, നിങ്ങൾ പ്രസന്റ് ഇമോഷൻ ക്വീൻ ഓഫ് കപ്പ് വന്നത്. ഇനി മുന്നോട്ടേക്ക് എന്താണെന്ന് വെച്ചാൽ സിക്സ് ഓഫ് പെന്റിക്കിൾസ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഉള്ളതിൽ നിന്ന് നിങ്ങൾ മറ്റുള്ള ആൾക്കാർക്ക് ദാനം ചെയ്യും. അത് ഇത് ഇമോഷണൽ വൈസ് ആയാലും നിങ്ങൾ മറ്റുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യും. അറിവ് എന്ന് വെച്ചാൽ നിങ്ങളെ നോളേജ് വൈസ് വെച്ചിട്ടും നിങ്ങൾ മറ്റുള്ള ആൾക്കാർക്ക് പലതും നല്ലത് പറഞ്ഞു കൊടുക്കും. അപ്പൊ നിങ്ങൾക്ക് എന്താവും? നിങ്ങൾക്ക് അബണ്ടൻസ് കിട്ടും. നിങ്ങൾക്ക് നിങ്ങളുടേതായ വരുമാനം വരും. ആ വരുമാനത്തും നിങ്ങൾ മറ്റുള്ള ആൾക്കാരെ സഹായിക്കും എന്നാണ് ഈ ഒരു കാർഡ് വരുന്നത്. മൊത്തം ഇത് കണക്റ്റഡാ. ഫസ്റ്റ് നിങ്ങൾ ഒത്തിരി അറിവ് നേടി, നിങ്ങൾ അതിൻ്റെ അത് രാജാവായെന്ന് നിങ്ങൾ മറ്റുള്ള ആൾക്കാർക്ക് ആ ഒരു അറിവ് പറഞ്ഞു കൊടുക്കാനുള്ള നിലയിലെത്തി. അപ്പം പ്രസന്റ്ലി നിങ്ങളിപ്പം എന്തായി? അതിൽ നിന്ന് നിങ്ങൾ ക്വീനായി. ക്വീൻ എന്ന് വെച്ചാൽ ഇത് കപ്പ് വേറെയാട്ടോ. കപ്പ് ഇമോഷണൽ വൈസും സോഡ് നിങ്ങൾ അറിവ് വൈസും ഇന്റലക്ച്വൽ ആണെന്ന് പറയുന്നത്. അപ്പൊ കപ്പ് വന്നപ്പോ എന്തായി? നിങ്ങൾ ഇമോഷണലി നിങ്ങൾ വളരെ സ്ട്രോങ് പേഴ്സൺ ആയി. പിന്നെ ഫ്യൂച്ചറിൽ നിങ്ങൾ മറ്റുള്ള ആൾക്കാർക്ക് സഹായമായിട്ട് ധനമായിട്ടും സഹായിക്കാൻ തക്ക വിധം നിങ്ങൾ ഒരു കേപ്പബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയി എന്നാണ് ഈ ഒരു കാർഡ് പറയുന്നത്. അത് ഇന്നത്തെ കറന്റ് റീഡിംഗ് ആണ്. സോ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. നിങ്ങളെ പ്രസന്റ് ഇമോഷൻ വെച്ചിട്ട് ഇത് എത്രമാത്രം റെസൊനേറ്റ് ആവുന്നുണ്ടെന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഇതൊരു കോമൺ റീഡിംഗ് ആണ്. സോ എല്ലാവർക്കും ഇത് കറക്റ്റ് ആയെന്ന് വരില്ല. പക്ഷെ എന്നാലും ഈ ഒരു വീഡിയോ കാണുന്ന ഒരുവിധം എല്ലാവർക്കും ഇത് റെസൊനേറ്റ് ആയിട്ട് വരും. നിങ്ങൾക്ക് റീഡിംഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. നിങ്ങൾക്ക് എന്താ സജഷൻ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. നമോ ഹിമാലയ.